വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ പ്രഗ്നൻ്റ് ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ടെസ്റ്റും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഏർലി പ്രഗ്നൻസി സിംറ്റംസ് ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയോ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നമ്മൾ നോക്കുകയോ ചെയ്യുവാണെങ്കിൽ അതിൽ ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടെങ്കിലും പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യവും കൂടി നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യണം. കാരണം ലൈറ്റായിട്ടുള്ള സ്പോട്ടിങ്ങോ വളരെ കുഞ്ഞതായിട്ടുള്ള ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ലൈറ്റ് സ്പോട്ടിങ് ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങളൊരു കെയർ ബോഡിക്ക് കൊടുക്കണം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇവിടെ സംസാരിക്കാൻ പോകുന്ന ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് യെല്ലോ വോമിറ്റ് ആണ്. നമ്മൾ ഏതൊക്കെ സമയത്താണെങ്കിലും രാവിലെ എഴുന്നേൽക്കുന്ന സിറ്റുവേഷനുകളിലൊക്കെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ യെല്ലോ കളറുള്ള വോമിറ്റിങ്ങോ അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസിയോ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്താണ് നിങ്ങൾ യെല്ലോ കളറിലെ വോമിറ്റിംഗ് ചെയ്യുന്നത് കേട്ടോ. കരൾ പുറത്തു വിടുകയും പിത്തസഞ്ചിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന മഞ്ഞയോ പച്ചയോ കലർന്നിട്ടുള്ള ഒരു ലിക്വിഡ് ഉണ്ട്. ഈ ലിക്വിഡാണ് നമ്മൾ വോമിറ്റ് ചെയ്ത് പുറത്തേക്ക് കളയുന്നത് കേട്ടോ. ഈ ലിക്വിഡ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡായി മാറ്റുകയും ഭക്ഷണത്തിൻ്റെ ലിക്വിഡ്സിൻ്റെ ഒക്കെ ദഹനത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എംപ്റ്റി സ്റ്റൊമക്ക് നിന്നിട്ടായിരിക്കും നമുക്ക് ആ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നത്. ഇങ്ങനെ വോമിറ്റ് ചെയ്യുന്ന സമയത്ത് വയറിൽ വേറെ ഒന്നും ഫുഡൊന്നും പുറത്തേക്ക് വരാനായിട്ട് ഇല്ലാതെ വരുന്ന സിറ്റുവേഷനിലാണ് ഈ ഒരു ലിക്വിഡ് നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് HCG ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും വളരെയധികം കൂടുതലായിരിക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസും മോർണിംഗ് സിക്നെസ്സും ഏറ്റവും കൂടുതൽ പീക്കിൽ നിൽക്കുന്ന സമയം മോർണിംഗ് ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ആ രാവിലെ സമയങ്ങളിൽ കണ്ടുവരുന്നത് കേട്ടോ. പ്രഗ്നൻസിയുടെ ആദ്യഘട്ടങ്ങളിൽ ടെസ്റ്റ് രാവിലെ ചെയ്യാൻ പറയുന്നതും അതുകൊണ്ടാണ്. ഹോർമോൺസ് ഏറ്റവും കൂടുതലായി നിൽക്കുന്നത് ഈ ഒരു സമയത്തായിരിക്കും. ഈ ബിറ്റർ ടേസ്റ്റ് ആയിട്ട് വരുന്ന യെല്ലോ ലിക്വിഡ് നമ്മൾ വൊമിറ്റ് ചെയ്ത് വായിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഭയങ്കര കയ്പും ഭയങ്കര വായൊക്കെ ഒരു പുളിപ്പ് പോലുള്ളൊരു കണ്ടീഷനും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ 6 to 12 ഡേയ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും 8ാമത്തെയോ 9ാമത്തെയോ 10ാമത്തെയോ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് കേട്ടോ. ഈ സമയങ്ങളിലായിരിക്കും ഇതുപോലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. ഈ ടൈമിൽ നിങ്ങൾക്ക് തുടങ്ങുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ എൻഡ് വരെയൊക്കെ ഈ ലക്ഷണം ഉണ്ടാകും. ആദ്യത്തെ ട്രൈമസ്റ്റർ ഒന്ന് എൻഡ് ആകുന്ന സമയത്ത് നമുക്ക് മോർണിംഗ് സിക്നസും ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ ഒന്ന് കുറയാറാണ് പതിവ്. കാരണം ഹോർമോൺസ് ഒരു ലെവലിൽ സ്റ്റേബിൾ ആയിട്ട് എത്തിയിട്ടുണ്ടാകും. പിന്നെ ഒരുപാട് ഹൈക്ക് നമുക്ക് ഉണ്ടാവാത്തത് കൊണ്ട് ആ ഒരു ലെവലിൽ തന്നെ ഹോർമോൺസ് നിൽക്കാനായിട്ടാണ് കേട്ടോ ചാൻസ് കൂടുതൽ. എന്തെല്ലാം സിറ്റുവേഷൻസ് കൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഫാക്ടർ ഫുഡാണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും ഓവുലേഷൻ കഴിഞ്ഞിട്ട് കൂടുതൽ കഫൈൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, സോഡ, സിട്രസ് ഫ്രൂട്ട്സ്, ടൊമാറ്റോ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ ലിക്വിഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തും പോസിറ്റീവ് ആകുന്ന സമയത്തും കഫൈൻ്റെ ഇൻടേക്ക് നമ്മൾ നന്നായിട്ട് കുറയ്ക്കേണ്ടതാണ്. ഒരു 250 mg/day ആണ് ഏറ്റവും കൂടുതൽ അലൗഡ് ആയിട്ടുള്ളത്. അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കോഫി ഉപയോഗിക്കുക മാത്രമല്ല കഫെയിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് ആണെങ്കിലും മറ്റുള്ള ഐറ്റംസ് ചോക്ലേറ്റ്സ് പോലുള്ളവയാണെങ്കിലും കൂടുതലായിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. അതുപോലെ ടൊമാറ്റോ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ബാക്കിയുള്ള സിട്രസ് ഫ്രൂട്ട്സും അമിതമായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഓറഞ്ച് ഒക്കെ നമുക്ക് സീസൺ ആകുന്ന സമയത്ത് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും പ്രഗ്നന്റ് ആണെന്ന് വിചാരിച്ച് 5 or 6 ഓറഞ്ചൊന്നും ഒരു ദിവസം കഴിക്കരുത്. എപ്പോഴും ലിമിറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് നോക്കുക. 2 or 3 ഒരു ദിവസം അങ്ങനെ എടുക്കുന്ന രീതിക്ക് വേണം നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ലിക്വിഡിന്റെ പ്രൊഡക്ഷൻ ഒന്ന് കുറഞ്ഞു കിട്ടും. അടുത്തൊരു ബുദ്ധിമുട്ടാണ് ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ ഇൻഡൈജഷൻ ഉണ്ടാവുന്നത്. പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടിക്കഴിയുന്നതും ഗർഭാശയ ശിശുവിൻ്റെ വളർച്ചയും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പ്രഷർ കൊടുക്കുകയും ഡൈജഷൻ സ്ലോ ആയിട്ട് നടക്കുന്നതിന് കാരണമാകുന്നു. ദഹനം സ്ലോ ഡൗൺ ആകുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഫുഡ് അങ്ങനെ തന്നെ നിൽക്കുന്നതിന് ഭാഗമായിട്ട് നിങ്ങൾക്ക് ആസിഡിറ്റി ഉണ്ടാകുന്നതിനും ഹാർട്ട് ബേൺ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത് ഈ ഒരു പ്രൊഡക്ഷൻ, ഈ ലിക്വിഡിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു റീസൺ ആണ് കേട്ടോ.
അടുത്തൊരു ഫാക്ടറാണ് ഹോർമോൺ ചേഞ്ചസ്. ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയം മുതൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, HCG എന്നിങ്ങനെയുള്ള ഹോർമോൺസിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ബോഡിയിൽ ഫീൽ ചെയ്യാം. ഈ ഹോർമോൺസിന്റെ ഹൈക്ക് ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ എൻഡ് ആകുന്നതിനനുസരിച്ചിട്ട് കുറയുന്നതിന്റെ ഭാഗമായിട്ട് പലർക്കും മോർണിംഗ് സിക്നസ് ഒക്കെ ഒരു 8ാമത്തെ 9ാമത്തെ ഒക്കെ ആഴ്ച ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ മാറാത്തവർ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫുഡിന്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ കണ്ടീഷൻ ഒന്ന് മാറിപ്പോയിക്കോളും. അടുത്തൊരു റീസൺ ആണ് നമുക്ക് ഉണ്ടാവുന്ന മോർണിംഗ് സിക്നസ്. നമ്മുടെ എംപ്റ്റി സ്റ്റൊമക്കിലും വോമിറ്റിംഗ് വരുന്നത് നമ്മൾ കൂടുതലായിട്ടും ആ ഹോർമോൺസിന്റെ ഹൈക്ക് ഉണ്ടാവുന്നത് കൊണ്ടാണ്. ഇത് കൂടുതലായിട്ട് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വേഗം ശ്രദ്ധിക്കുക. ഗ്യാസ് ഫോം ചെയ്യാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകൾ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞ് പണിയൊന്നും ഒതുക്കിയിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ ഒരു ഹങ്കർ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾ ഹെൽത്തി ഫുഡുകൾ എടുത്ത് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. സ്റ്റൊമക്കിൽ ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഈ ലിക്വിഡിന്റെ വോമിറ്റിംഗ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. എന്തായാലും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് പല സ്ത്രീകൾക്കും വോമിറ്റിംഗ് ഉണ്ടാകും. അത് ഒന്നുമില്ലാത്ത കണ്ടീഷൻസിൽ നമുക്ക് തൊണ്ടയും ഭയങ്കര അസ്വസ്ഥതയായിരിക്കും, അതുപോലെ വയറിന് ബുദ്ധിമുട്ടുണ്ടാകും, ഒരുപാട് പ്രഷർ കൊടുക്കുമ്പോൾ മറ്റുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാം. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇങ്ങനൊരു വോമിറ്റിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് നോക്കുക. നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വോമിറ്റിംഗ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഒപ്പം ബാക്കിയുള്ള മോർണിംഗ് സിക്നസിന്റെ ഒരു പീക്കിലെത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഗർഭസ്ഥ ശിശുവിനെ നമ്മുടെ ശരീരത്തിനെ നന്നായിട്ട് നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോഡിയിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള വാട്ടർ റിക്വയർമെന്റ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വിക്ക് ആയിട്ടുള്ള സ്നാക്ക് നിങ്ങൾ എടുത്ത് കഴിക്കാനായിട്ട് നോക്കുക. കട്ടൻ ചായ ആണെങ്കിൽ കട്ടൻ ചായ, ആരോട്ട് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കിച്ചണിലുണ്ട് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അപ്പോ ഇഡ്ഡലിയോ എന്തോ ആയിക്കോട്ടെ കുറച്ചൊരു ക്വാണ്ടിറ്റി എടുത്ത് കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ അതിന് ശേഷം പിന്നെ ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് ആയിട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഫുഡ് കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഒരിക്കലും ഫുള്ളായിട്ട് മീൽസ് നിങ്ങൾ ഫിനിഷ് ചെയ്യരുത്. ഒരു കയ്യിൽ ചോറ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ അരക്കൈയിൽ ഉച്ചയ്ക്ക് ഒരു 1 മണിക്ക് ശേഷവും അരക്കൈയിൽ ഒരു 2 മണി കഴിയുന്ന സമയത്തും കഴിക്കാനായിട്ട് നിൽക്കണം. കൂടുതൽ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ദഹനം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. അതുപോലെ ഇങ്ങനൊരു വോമിറ്റിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അതായത് നിങ്ങൾ വോമിറ്റിംഗ് ഇപ്പോൾ ബ്രഷ് ചെയ്യുന്ന സമയത്താണ് ഉണ്ടാവുന്നതെങ്കിൽ ഒരിക്കലും ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ബ്രഷ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ബ്രഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന വെള്ളം എന്ന് പറയുന്നത്, ഈ ലിക്വിഡ് എന്ന് പറയുന്നത് അസിഡിക് ആണ്. ഈ അസിഡിക് നമ്മൾ ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ടീത്ത് ഫുള്ള് ഇതങ്ങടെ ആയിപ്പോകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടീത്തിൻ്റെ ഇനാമലിനെ ഇത് എഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല്ലിന് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വായിൽ നിന്ന് ആ ഒരു ടേസ്റ്റ് ഒക്കെ പോയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ബ്രഷ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യവും കൂടി നിങ്ങളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.